shaba, 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 shaba. മിന്നാര പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ടാ ചുണ്ടിൽ തൊട്ടാവാടി പൂവല്ലേ മറ്റാരും കാണാതെ ചിങ്കാര പൂങ്കാറ്റാകാം മാനത്തെ മാറിത്തേരിൽ മായക്കൂത്താടാം ഒരു വേനൽ ചാറ്റൽ മഴയിൽ ഒരു മീവൽ കിളിയായി മാറി പാറി മുകിലായി പമ്മി പമ്മി ഇളമാനെ ഇത്തിരി മുത്തേ മിഴിയോരം മുല്ല നിലാവേ ഞാൻ കാണട്ടെ മിണ്ടട്ടെ ഒരു കാര്യം പറയട്ടെ ശാബ 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 പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ടാ ചുണ്ടിൻ തൊട്ടാവാടി പൂവല്ലേ Shaba, 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 shaba. മിന്നാര പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ ആരോടും മിണ്ടാ ചുണ്ടിൻ തൊട്ടാവാടി പൂവേ Hey, don't get me busted, twisted, with never tosses. Seems like you're busted. Don't ever stop and listen, chasing something missing, pushing on the highway. Shaba, shaba, don't get me wrong. Shaba, shaba, keep it moving on. Shaba, shaba, get dude fine. Shaba, shaba, this time you mine. പോൽ പായും മഞ്ഞിൻ നദിക്കരികെ പൂമ്പ്രാവായി നീ തൂവൽ കുടഞ്ഞിരിക്കേ നീ എൻ കാതിൽ കാറ്റായി മെല്ലെ വിളിച്ചു നീ എൻ പാട്ടിൽ മഞ്ഞായി മിന്നിത്തുടിച്ചു പൂക്കാപ്പൂവേ നിൻ കണ്ണിൻ ദാഹം മിന്നുന്നു ശാബ 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 Shaba, 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 shaba. Hey, മറ്റാരും കാണാതെ ചിങ്കാര പൂങ്കാറ്റാകാം മാനത്തെ മാറിത്തേരിൽ മായക്കൂത്താടാ ഒരു വേനൽ ചാറ്റൽ മഴയിൽ ഒരു മീവൽ കിളിയായി മാറി പാറി പറക്കാം ഈ ആപ്പിൾ പാടം മുഴുവൻ ഒരു മേജൂൺ മുകിലായി പമ്പി പമ്പി കിടക്കാം ഇളമാനെ ഇത്തിരി മുത്തേ മിഴിയോരം മുല്ല നിലാവേ ഞാൻ കാണട്ടെ മിണ്ടട്ടെ ഒരു കാര്യം പറയട്ടെ ശാബ 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 ഈ പടത്തിന് ഒറ്റൊരവകാശം മതി. ലെറ്റ്സ് ഫൈറ്റ്. യെസ് ഓഫ് കോഴ്സ്. നാഞ്ചക്ക് പറക്കണ്ണ് തഞ്ചത്തിൽ കറക്കണ്ണ് പാഞ്ചത് കണ്ടോ നിന്റെ നെഞ്ചക്ക വിറക്കണ്ണ്
റൗണ്ടിൽ അനുഷ്ക ആൻഡ് ധ്രുവ. എന്താ ആറ്റിറ്റ്യൂഡ്? ഓ, കോസ്റ്റ്യൂം, നിങ്ങളുടെ ആ കൊറിയോഗ്രാഫി എല്ലാം അടിപൊളിയായിരുന്നു. ലാസ്റ്റ് കോമഡി ആക്കി എന്തിനാ അല്ലേ? പക്ഷെ പിള്ളേർക്ക് മാത്രമല്ല വൈബ്. ശരത് സാർ അങ്ങോട്ട് നോക്കൂ. ഓ അതിന് മ്യൂസിക്കോ? എന്താണ്? ഗിറ്റാർ ടീമിനെയൊക്കെ നോക്കിയേ. അല്ല, നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് എല്ലാം കണ്ണിന് നീനം. നിത്തിനൊരു ഗ്രഞ്ച് ഇട്ടതാ. വൈബ് ഓർക്കസ്ട്ര എന്നൊക്കെ. ഓക്കെ, ആ പാട്ടിനനുസരിച്ച് അവരും ബിഹേവ് ചെയ്യണമല്ലോ. അതെ. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഷാനിക്ക, അല്ല, ഇതിനെ കുറിച്ച് രമ്യക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ രമ്യ ചേച്ചി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രമ്യ ചേച്ചി. അല്ല, ട്രൂലി ഒരു ഐക്കോണിക് പെയർ അങ്ങനെ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്റ്റൈൽ. കേറി വന്നപ്പോ തന്നെ എന്റെ ദൈവം ഇവരിന്ന് പൊളിക്കും. ബിക്കോസ് ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ആ പാട്ടിന് വേണ്ട വേഷം, ഓൾ ദിസ് ആറ്റിറ്റ്യൂഡ് എല്ലാം നിങ്ങൾ നടന്നു വരുമ്പോ തന്നെ അത് അങ്ങനെ വന്ന് നിൽക്കുന്നു. പാട്ട് അടിപൊളിയായിരുന്നു. രണ്ടുപേരും, അതായത് അനുഷ്ക ആൻഡ് ധ്രുവയല്ലേ, രണ്ടുപേരും. അനുഷ്ക ഫസ്റ്റ് ഹാഫ് തൊട്ട് പാട്ട് നന്നായിട്ട് ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡും അതിന്റെ ആ പാട്ടിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തു. ആൻഡ് മോളെ റാപ്പ് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, ഒരു കോമ്പറ്റീഷൻ ആൾക്ക് വന്നു. സോ ഷീ ജസ്റ്റ് നെയിൽ ഇട്ട്. അതുകൊണ്ട് ധ്രുവക്കുട്ടിയും അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്തു. അവസാനം നിങ്ങളുടെ നല്ല ആക്ടേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡും രണ്ടുപേരും തമ്മിലുള്ള ഹലോ ഞാനാണോ നീയാണോ എന്നുള്ള ആ ഒരു സാധനമൊക്കെ ഒരു പെർഫോമൻസിൻ്റെ രീതിയിൽ അടിപൊളിയും പാട്ടിൻ്റെ രീതിയിലും ആ പാട്ട് ആവശ്യപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വണ്ടർഫുൾ. പക്ഷേ എല്ലാം നല്ലതായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ അവസാനം നിങ്ങളുടെ ബാഗ് മോളെടുത്തോട്ട് പോകുന്നു. പിന്നെ നിങ്ങളുടെ ഫൈറ്റിന് ശേഷമുള്ള ആ ആക്ട് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അതുവരെ അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുമായിരുന്നു. അതെ, അത് ശേഷമുള്ളത് എനിക്ക് തോന്നുന്നു ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ബിക്കോസ് അതുവരെ നമ്മളെല്ലാവരും ഭയങ്കര വിവർ ലൈക്ക് ആ സോങ്ങിലേക്ക് നമ്മൾ ഭയങ്കര ഇന്നായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ബിക്കോസ് ചില ആക്ട് നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും അതിൻ്റെ ആ ഒരു സ്വഭാവത്തിലും നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. So that is just my opinion. Otherwise പെർഫോമൻസിന്റെ കാര്യത്തിൽ കിഡിലോസ്കി സൂപ്പർ. അനുഷ്ക ആൻഡ് ധ്രുവക്കുട്ടി വണ്ടർഫുൾ. താങ്ക് യു രമ്യ ചേച്ചി. ഷാനിക്ക, എനിക്കും സെയിം അഭിപ്രായമുണ്ട്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ടോൺസ് അങ്ങ് മാറ്റി. ആദ്യമായിട്ടാണ് അങ്ങനെ. അതെ, അനുഷ്കയുടെ ടോൺ ഭയങ്കര രസമുണ്ട്. ധ്രുവ നമ്മൾ സാധാരണ വളരെ മെലോ ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയതല്ലേ നമുക്ക്, മുട്ടായി പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ. പക്ഷെ ഇതെന്തായിരുന്നു ഇന്ന് രണ്ടുപേരും കേട്ടോ, അനുഷ്ക ധ്രുവ രണ്ടുപേരും കലക്കി. ഈ സോങ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് സോങ് ആണ്. ആ ഒരു മോഡുലേഷനിൽ പാടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പാട്ട് വർക്ക്ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ആവില്ല. നിങ്ങൾ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ്, ഈവൻ നിങ്ങളുടെ ലുക്ക് പോലും പെർഫെക്റ്റ് ആയിരുന്നു. ധ്രുവയൊക്കെ എന്തായിരുന്നു, ഇപ്പോഴാണ് ചിരിക്കണം. അത് ചിരിച്ചിട്ടൊന്നുമില്ല. രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഷാഹുലിനെ നമ്മൾ വീണ്ടും ഈ ഒരു വേളയിൽ നമ്മൾ ഓർക്കുകയാണ്, പ്രശംസിക്കുകയാണ്. അപ്പൊ അതെല്ലാം സൂപ്പർവായിരുന്നു കേട്ടോ. നിങ്ങൾ വോയിസ് മോഡുലേറ്റ് ചെയ്തത് ആക്ച്വലി പല്ലവി കുറച്ച് പ്രശ്നങ്ങൾ, ഫസ്റ്റ് ഷാവ അതുപോലെ പല്ലവി കുറച്ച് അല്ലറ ചില്ലറ സ്ലിപ്പ് ഔട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അനുപല്ലവി തൊട്ടാണ് നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് പാടിയത്. ആ ഒരു ബീജ് കഴിഞ്ഞ് സ്റ്റെപ്പും എല്ലാം കഴിഞ്ഞ് ഗംഭീരായിരുന്നു കേട്ടോ. നിങ്ങൾ പാട്ടിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റുന്ന 100% നിങ്ങൾ പാട്ടിന് കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് രണ്ടുപേരും. മെയിനായിട്ട് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഷാവ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ ഇത് കേട്ടതാണല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ടോൺസും എന്താന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ ടോണിൽ ഈ പാട്ട് വർക്ക്ഔട്ട് ആവുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കാണ് നിങ്ങൾ ടോൺ കംപ്ലീറ്റ് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ ടോണിൽ നിങ്ങൾ രണ്ടുപേരും ഇത് പാടിയത്. അടിപൊളിയായിരുന്നു മക്കളെ. അതിന് തന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ രണ്ടുപേർക്കും. അവസാനം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അത് കുറച്ച് സമയം കൊണ്ട് സെറ്റ് ചെയ്തതാ. ആണോ? ലാസ്റ്റത്തെ ഒരു കോമഡി സീൻ. അത് എന്തിനാണ് അങ്ങനെ സെറ്റ് ചെയ്തത്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗില് എന്റെ പൈസയാണ്. അപ്പൊ അനുഷ്ക എന്നോട് ചോദിക്കാണ്ട് അത് കട്ടോണ്ട് പോവാണ് അവള്. അപ്പൊ പക്ഷെ നല്ല കളിയാ, അവള് തിരിച്ചു കൊണ്ടുപോയി. അയ്യോ അങ്ങനെയല്ല. അല്ല, ഞാൻ നോക്കിയപ്പോഴും അനുഷ്ക ബാഗ് എടുത്തിട്ട് പോയി.
എന്നിട്ട് പിന്നെ ബാഗ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. അതിന് വേണ്ടിട്ടാണ് ഞങ്ങള് ഫൈറ്റ് ചെയ്തത്. ഓക്കെ അതില് പൈസ ഉണ്ടാവും എന്ത് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കണം എന്നുള്ള ഒരു സാധനം. മനസ്സിലായി. ഓക്കെ. പക്ഷെ ലാസ്റ്റ് ആണ് മനസ്സിലായത് ലാസ്റ്റാണ് മനസ്സിലായ ഒരു പാവപ്പെട്ടവന്റെ ഒരു കളി. അതിലൊരു പീപ്പി മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അതില് ഫുള്ള് പൈസയാവും ഞങ്ങൾക്ക് 50-50 എടുക്കാനായിട്ട് ഞാൻ അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ ബാഗ് നിങ്ങൾ മോഷ്ടിക്കാൻ നേരത്ത് തുറന്ന് നോക്കിയൊന്നുമില്ല അകത്തെന്താന്ന്. മോഷ്ടിച്ചു. കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ മൊഴിയെ കുറിച്ചുള്ള വലിയ രീതിയിൽ മോഷണമൊന്നും അറിയില്ല അല്ലേ? ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അങ്ങനെയല്ലല്ലോ നമുക്ക് തോന്നിയത്. എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് എക്സ്പ്രഷനിലൊന്നും തോന്നിയത്. ഭീകരതയായിരുന്നു. അതല്ല മക്കളെ, ഒരു ATM കൊള്ളയടിച്ച ലക്ഷണമായിരുന്നു നിങ്ങളെ കണ്ടിട്ട്. അതെ. ഓക്കെ, ആരൊക്കെയാ മോളെ? മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്? മ്യൂസിക് സുരേഷ് പീറ്റർ സർ, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സർ, ഞാൻ കൂടെ അടി കൂടെ പെണ്ണു പാടിയത് സുനിത ഒരാള് പറ. പാടിയത് സുനിത മാമും അഫ്സൽ സാറും. ഓക്കെ മോളെ, അത്രേ ഉള്ളൂ. രണ്ടുപേരും പാട്ട് അടിപൊളിയായിരുന്നു, ആറ്റിറ്റ്യൂഡ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. Thank you, ഷാനിക. ഒപ്പത്തിനൊപ്പായിരുന്നു രണ്ടുപേരും. ശരത് സർ. മക്കളെ എന്തോ തകർത്തൂടാ താങ്ക് യു രണ്ടുപേരും. സർ. കാര്യം അത് ആ പാട്ടിന് വേണ്ട ഒരു ഗും ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. നിന്നങ്ങ് കട്ടയ്ക്ക് അങ്ങ് ചെയ്തു. അത് ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾ ആ ചെയറിലിരുന്നൊക്കെ ചെയ്തത് അന്യായമായിരുന്നു മക്കളെ കേട്ടാ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റേഴ്സ് പാടിയ പാട്ടെന്തെങ്കിലും അറിയാമോ? പെട്ടെന്ന് ഓർമ്മ അയ്യോ എന്താണ് എന്തോന്നാടാ മക്കളെ, എന്തൊക്കെയാണ് കൊള്ളാം. സാറ് പാടിയൊരു വേർഷനും ഉണ്ട്. സുരേഷ് പീറ്റർ സാർ പാടിയൊരു വേർഷനും കൂടെ എവിടെ പോയി ആ ആറ്റിറ്റ്യൂഡ് അരിപ്പ് ഇങ്ങനെയൊക്കെ? സുരേഷ് പീറ്റർ സാറ് ആറ്റിറ്റ്യൂഡ് ഒന്ന് പിടിച്ചേ. സുരേഷ് കുറച്ച് ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞേ. സുരേഷ് പീറ്റർ സാർ ചെയ്ത ഒരു പാട്ടും കൂടി. ഇവരൊരു റാമ്പ് ഒക്കെ വെക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഈ കൊച്ചുങ്ങൾ ഇവിടുന്ന് കയറിപ്പോയപ്പോഴേ നമ്മളൊക്കെ ഈ കാണുകയല്ലേ കുഞ്ഞുങ്ങളെ, ഇവരൊക്കെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഭയങ്കര വളവളവളാന്ന് തിളങ്ങുന്ന വേഷവും ഈ കൊച്ചുങ്ങളുടെ കാര്യം ഇതിനെയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഒരു കൊച്ചു മറ്റേ പഞ്ചാര കൊഞ്ച് നീ വായോ എന്ന് പാടുന്ന ഒരു കൊച്ചു ഇപ്പോഴത്തെ കിഞ്ചാര മൊട്ടായി ഇത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോയി ഈ ഷാബ വെച്ചിട്ട് ഞാനിങ്ങനെ സത്യം പറയാം മക്കളെ, എന്താ ആലോചിച്ചാൽ കുളവാകുക പിള്ളേരുന്നു. നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു മക്കൾ, ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. സൂപ്പർ. ആ റാപ്പൊക്കെ അയ്യോ ഔട്ട് ഓഫ് ദ വേൾഡ് മക്കളെ, സൂപ്പർ. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ അതങ്ങ് എന്താണ് അവസാനമുള്ള ആ PP ഒരു PPക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് അടി കൂടാമല്ലോ. ഞാനൊക്കെ അടി കൂടിയിട്ടുണ്ട് PPക്ക് വേണ്ടി. കത്തി വരെ എടുത്തിട്ടുണ്ട്. രഞ്ജിത്തേന്റെ അടുത്താണോ? അല്ലല്ല, അവൻ PP ഒന്നും എടുക്കത്തില്ല. അവൻ ആ സമയത്ത് വീട് കത്തിക്കത്തതോ. അയ്യോ. പക്ഷെ ഐ എൻജോയ്ഡ് മക്കളെ. ഐ ലവ് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഏയ് മാർക്സിന് മുന്നേ നമുക്ക് റാമ്പ് വാക്ക്. ചേച്ചി പിന്നെ എന്താ? ഞങ്ങള് രണ്ടുപേരും തൃശ്ശൂരാണല്ലോ. അതെ, അതിന് ഞങ്ങൾ എന്ത് വേണം? അതല്ല, അപ്പൊ ഞങ്ങള് തൃശ്ശൂര് സ്റ്റൈലില് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. റാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ സ്കൂളിലൊക്കെ വർത്താനം പറയണത്. ശരി, സംസാരിക്കും. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് അനുഷ്ക. Where are you coming from? I am coming from തൃശ്ശൂർ, പെരിഞ്ഞൻ. What are you doing here? I am just standing here and singing. എന്നോട് തിരിച്ചു വെക്കേ. What are you doing here? I came here for singing. Okay. ഞാനിവിടെ പാട്ട് പാടാൻ വന്നതാണ്. അതിന്റെ സാധനം. ഓക്കെ, പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഇംപ്രസീവ് ആകാൻ പോകുന്ന റാമ്പ് വാക്ക് ആയിരിക്കും. ഓക്കെ. लस्सी दा गिलास डेली एक मैं पीऊं
വെരി ഗുഡ് മകളെ, വെരി ഗുഡ്. തൃശ്ശൂർ ഓക്കെ, ഒരു വലിയ കൈയടി. ഉറപ്പായിട്ടോ. അയ്യോ സൂപ്പർ ആയിരുന്നു മകളെ. സൂപ്പർ Very good, very അടിപൊളി. good. Super. ഒന്നും പറയാം. അനുഷ്ക ഇതൊക്കെ നല്ലായിരുന്നു കേട്ടോ. ഹെയർ പെട്ടെന്ന് ഫ്ലൈയിങ് കിസസ് അടിപൊളിയായിരുന്നു. Nice. നൈസ്, വെരി നൈസ്. ഓക്കെ, ഒരു ഫാഷൻ ഷോയ്ക്ക് പോയ പ്രതീതി. അതന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചേ. ആണ്. അല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പ്രതീതി I just felt. You felt okay. Yeah. Fine. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തൂടെ? Are you sure fashion What's ഷോയ്ക്ക് wrong with you? Because പോയിട്ടില്ല I എന്നുള്ളത് didn't have it. Because പോയിട്ട് ഫാഷൻ ഷോയ്ക്ക് പോയിട്ടില്ല അത് എന്നുള്ളത് കേൾക്കുന്നില്ല, ആ ചോദ്യം കേൾക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല, Avoid ചെയ്യാണ്. വിശ്വസിക്കാൻ Avoid ചെയ്യാണ്, He's മനഃപൂർവ്വം. avoiding it. അല്ലല്ല ഒരിക്കലും കേക്ക് ഞാൻ വാക്ക് പോയിട്ടില്ല. ചോദ്യം അനൂപേ അടുത്തോട്ടം പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. ഓക്കെ, ഇനി മാർക്സ്. ആ ചോദിക്കാം. ഫസ്റ്റ് ധ്രുവയുടെ. ശരത് സാർ. ധ്രുവ എന്തോ 9.3. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ധ്രുവ എന്തോ 9.2. താങ്ക് യു സർ. ഷാനിക്ക 18.5. അടിപൊളി. അടുത്തത് അനുഷ്കയുടെ. ശരത് സാർ. അനുഷ്ക മോളെ 9.3. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 9.2. താങ്ക് യു സർ. 18.5. താങ്ക് യു. ചേച്ചി. ഞാൻ അറിയാലോ, എന്റെ ഒരു ചിരി കണ്ടിട്ട് മനസ്സിലായില്ലേ? എനിക്ക് പറയണമെന്നുണ്ട്. വളരെ ക്രൂരമായിട്ടുണ്ടായിരുന്നു. പറഞ്ഞോട്ടെ. വേണ്ട, മനസ്സിലാവും. no. എന്നാ വെക്കോ. ബൈ ബൈ. Ni pa maga sa sa